354 വിവാഹങ്ങളാണ് ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി നടക്കുക. 6 മണ്ഡപങ്ങളിലായി താലികെട്ട് ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ഭക്തജന തിരക്ക് കാരണം ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. MS ലിഷോയ് ഉണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ നിന്നും വിവരങ്ങൾ നൽകാനായിട്ട്. ലിഷോയ്, നമ്മൾ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കാണുകയാണ്. കുറേ പേര്, എനിക്ക് തോന്നുന്നു ഇതിനകം തന്നെ ഒരുപാട് കല്യാണങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടാകും. എങ്ങനെയാ ഇപ്പൊ അവിടെ നൽകാനാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അക്ഷയ, ഏകദേശം 175-ലധികം വിവാഹങ്ങളാണ് ഇതിനോടകം കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതാനും അതായത് 8 മണിക്ക് ഇപ്പോൾ പന്തിരടി പൂജയ്ക്കായി നട അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മണ്ഡപങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. അതായത് ഈ ഒരു സമയം വിവാഹം നടക്കില്ല. ഇനിയിപ്പോൾ 8:50 8:45 കൂടിയാണ് ഈ പൂജയെല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ വീണ്ടും വിവാഹങ്ങൾ നടക്കുക. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. സാധാരണഗതിയിൽ ഇത്രയേറെ വിവാഹങ്ങൾ ഇല്ലാത്ത ദിവസം പോലും ഈ കിഴക്കേ നടയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ഇത്തവണ പക്ഷേ ഒരു വലിയ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഓരോ വിവാഹ പാർട്ടികളുടെ കൂടെയും 20 പേർ മാത്രമേ വരാൻ പാടുള്ളൂ. അതിനോടൊപ്പം തന്നെ സാധാരണഗതിയിൽ ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് ഈ കിഴക്കേ നടയിൽ നിന്ന് തൊഴുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അത് പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഓരോരോ ടോക്കൺ അനുസരിച്ചാണ് വധൂവരന്മാരെ ഈ ക്ഷേത്രത്തിൻ്റെ മണ്ഡപങ്ങളിലേക്ക് എത്തിക്കുക. അതിനോടൊപ്പം തന്നെ ഏകദേശം 6 മണ്ഡപങ്ങളാണ് ഇവിടെ നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. ആ 6 മണ്ഡപങ്ങളിലും ഒരേ സമയം ഇത്തരത്തിൽ വിവാഹങ്ങൾ നടക്കും. ഈ വിവാഹങ്ങളൊക്കെ നടത്തി കൊടുക്കാനും ഒരു വലിയ സംഘം തന്നെ ഇവിടെ ഉണ്ട്. അവരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. എന്താ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ ശരിക്കും ഇത്രയധികം വിവാഹം? ഇന്ന് ചിങ്ങമാസത്തിലെ അവസാനത്തെ അല്ല, ഇനിയും ചിങ്ങമാസത്തിൽ മുഹൂർത്തമുണ്ടെന്ന് നല്ല മുഹൂർത്തം ജ്യോത്സ്യന്മാർ പറഞ്ഞ പ്രകാരമുള്ള നല്ല മുഹൂർത്തമാണെന്ന്. സെപ്റ്റംബർ 8 ഇന്നേ വരെ ഗുരുവായൂരിൽ നടക്കാത്ത വിവാഹം 277 ആയിരുന്നു. ഇന്ന് 353 വിവാഹം. അതും ദേവസ്വം ബോർഡ് നല്ല രീതിയിലുള്ള സഹകരണം എല്ലാം കൊണ്ടും ഒരുക്കിയിട്ടുണ്ട്. ഇത്രയും സ്പീഡായിട്ട് ഇപ്പോൾ 184 കല്യാണം കഴിഞ്ഞ് ഈ സമയം വിളിക്കും. ഇനി ഈ ലെവലിലാണെങ്കിൽ 1000 കല്യാണമാണെങ്കിൽ ദേവസ്വം ബോർഡിന് സുഖമായി നടത്താം. നല്ല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വരുന്ന കല്യാണ വധുവരന്മാർക്കും കൂടെ ഉള്ളവർക്കും. ഒരു കല്യാണം നടത്താനായിട്ട് എത്ര സമയം എടുക്കും? മാക്സിമം 4-5 മിനിറ്റാണ് എടുക്കുന്നത്. ഈ ഒരുപാട് വിവാഹങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാണല്ലോ നിങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നേരത്തെയും വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ടാവില്ലേ? അത് ഇത്രത്തോളം ഇല്ലെങ്കിൽ പോലും 200 സംതിങ് ആയിട്ടുള്ള, അപ്പോൾ അങ്ങനെയുള്ള തിരക്കുള്ള ദിവസങ്ങളിലേക്കാട്ടും നല്ല ഫെസിലിറ്റികളിൽ നിന്ന് ദേവസ്വം കൊണ്ടുവന്നിട്ടുണ്ട്. സെക്യൂരിറ്റിമാർ അവരുടെ സഹായം, കൂടെയുള്ള സ്റ്റാഫുകളുടെ സഹായം, കോയിമ്മമാരുടെ സഹായം, എല്ലാവരും നല്ല രീതിയിൽ ഇതിനുവേണ്ടി രാവിലെ 4 മണിക്ക് തുടങ്ങിയ വിവാഹമാണ്. അപ്പോൾ 8:40 നിൽക്കുമ്പോൾ 186 കഴിഞ്ഞു. ഇനി അതേ 186 ബാലൻസ് ഉണ്ടല്ലോ. ഈ തിരക്കുള്ള ദിവസം വിവാഹം നടത്തുമ്പോൾ ഓർത്ത് വയ്ക്കാവുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ചിലവർ താലി പോലും കോർക്കാതെ വരാറുണ്ട്. അതാണ് ഓർത്ത് വയ്ക്കാൻ പറ്റിയത്. അമ്പലത്തിൽ പോയി കൊടുത്ത് പൂജ കഴിഞ്ഞ് വരുന്ന സാധനം നമ്മളാണ് ചിലപ്പോൾ താലി അതിൽ കോർക്കാറ്. അവർ മറന്നിട്ടായിരിക്കും, അവർ പറഞ്ഞിട്ട് കാര്യം. ഈ ഇത്രയധികം 6 മണ്ഡപങ്ങളിൽ ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ, 5 അല്ലേ നമ്മൾ നേരത്തെ? ഇതുവരെ 5 മണ്ഡപമായിരുന്നു. ഇന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് 6 മണ്ഡപമാക്കിയിരിക്കുന്നു. എല്ലാവരും ഒരുമയോടുകൂടി എല്ലാവരും ഒപ്പം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര മണിക്കാണ് തുറക്കുക? ഇനിയൊരു 20 മിനിറ്റ് മാക്സിമം പന്തിയിൽ പൂജ കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പുലർച്ചെ 4 മണിയോടുകൂടി ഇവിടെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള മണ്ഡപങ്ങളിലെല്ലാം തന്നെ കൃത്യമായി ഈ വിവാഹം നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ വിവാഹങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ 5 മണിക്കാണ് വിവാഹങ്ങളെല്ലാം തന്നെ തുടങ്ങാറുള്ളത്. പക്ഷേ ഈ തിരക്ക് പരിഗണിച്ചുകൊണ്ടാണ് ഇത്രയ്ക്ക് ഒരു ക്രമീകരണങ്ങൾ ഒരുക്കുകയും എന്തായാലും അതെല്ലാം വിജയം കണ്ടു എന്ന് വേണം നമുക്ക് കരുതാൻ. അത്രത്തോളം സുഗമമായി തന്നെ ഓരോ വിവാഹങ്ങളും ഇവിടെ നടന്നു പോവുകയാണ്. ഇനിയിപ്പോൾ 8:45 കൂടിയാണ് വീണ്ടും വിവാഹങ്ങൾ ആരംഭിക്കുക.